AVT പ്രീമിയം വനിതാരത്നം ടാലന്റ് റൗണ്ടിലെ അടുത്ത മത്സരാർത്ഥി ദീപ നരേൻ ഫ്രം ട്രിവാൻഡ്രം. ഇത് ദീപ നരേൻ തന്നെയാണോ? എന്ത് തോന്നുന്നു? ഇപ്പൊ ശബ്ദം കേട്ടപ്പോ എനിക്ക് തോന്നുന്നു. യു ലുക്സ് റിയലി ഗുഡ്. താങ്ക് യു. എന്താണെന്ന് പെർഫോം ചെയ്യാൻ പോണത്? ഇന്ന് ഉംറാവ് ഉജാൻ എന്നുള്ള ഫിലിമിലെ ദിൽ ചീസ് ക്യാ ഹെ എന്നുള്ള ഒരു ഡാൻസ് ആണ്. ഡാൻസ് ആണ്, പാട്ടല്ല? അല്ല, പാട്ടല്ല. ഒന്ന് കളം മാറി ചവിട്ടുകയാണ്. അതെ, കളം മാറി ചവിട്ടി നോക്കാം. ഡിഫറെന്റ് ടാലന്റ്സ് നമ്മളിൽ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ, ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ഓക്കെ ദീപ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ പ്രോഗ്രാം കഴിഞ്ഞ് പൂ എനിക്ക് തരുമോ? പൂവാ? ഇത് എൻ്റെ ഫ്ലവർ വേസിലിരുന്ന പൂവാട്ടെ. ഓൾ ദി ബെസ്റ്റ്. बस एक बार मेरा कहा, बस एक बार मेरा कहा मान लीजिए, बस एक बार मेरा कहा मान लीजिए, दिल चीज क्या है आप मेरी जान लीजिए. दीवारों दर को गौर से, दीवारों दर को गौर से पहचान लीजिए, दीवारों दर को गौर से पहचान लीजिए, दिल चीज क्या है आप मेरी जान लीजिए. लेकिन ये क्या के गैर का, लेकिन ये क्या के गैर का एहसान लीजिए, लेकिन ये क्या के गैर का एहसान लीजिए, दिल चीज क्या है आप मेरी जान लीजिए.
चाहे आप मेरी जान लीजिए बस एक बार बस एक बार बस एक बार मेरा कहा मान लीजिए मान लीजिए मान लीजिए ദീപ ഹായ് നന്നായിരുന്നു. താങ്ക് യു. ഈ വേഷത്തിലൊക്കെ വന്നപ്പോഴത്തേക്ക് വേറെ തന്നെ ഇപ്പം ഞാൻ പറയും ഈ എല്ലാ കണ്ടസ്റ്റന്റിനോടും എനിക്കൊന്ന് പൂർണ്ണിമ എപ്പോഴും ഒരു കമൻറ്റ് പറയും കോസ്റ്റ്യൂംസിനെ പറ്റി. കാരണം ശരി. കോസ്റ്റ്യൂംസ് അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെയുള്ള പെർഫോമൻസിനെ അത് ഒരുപാട് പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യും. അതെ, ഹാഫ് ദ പെർഫോമൻസ്. പിന്നെ എനിക്കൊന്ന് ദീപയുടെ പ്രൊഫൈലിൽ ഒരിക്കലും ഒരു ഡാൻസിനെ പറ്റി വീട്ടിൽ മോളുടെ കൂട്ടത്തിൽ റൂമിനുള്ളിൽ ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതെ അതെ അതെ, പാട്ടാണ് ഒരു മെയിൻ എലമെന്റ് ആയിട്ട് മെയിൻ എലിമെന്റ് പാട്ടാണ്. പക്ഷെ ഒരു ഡാൻസും ഒരു മെയിൻ എലമെന്റ് ആയിട്ട് പറയാമെന്ന് തോന്നുന്നു പെർഫോമൻസ് കണ്ടതിന് ശേഷം. താങ്ക് യു സോ മച്ച്. ഞാൻ എന്തായാലും ഒരു പൂ ചോദിച്ചായിരുന്നു ഉംറാവ് ജാൻ. അപ്പോൾ പൂ തരാൻ മടിയായിരിക്കും, പക്ഷെ എന്തായാലും ഞാൻ അതേ പൂ തന്നെ തിരിച്ചറിയാണ്. താങ്ക് യു, ഗുഡ് ജോബ്. താങ്ക് യു സോ മച്ച്. മോളുടെ അതേ വേവ് ലെങ്ത്തിൽ തുള്ളുന്ന ഒരു അമ്മേനെ നമ്മൾ പ്രൊഫൈലിൽ കണ്ടിരുന്നു. അതിന്റെ കംപ്ലീഷൻ ആണ് ഞാൻ ഇന്ന് ഇവിടെ കണ്ടത്. ആൻഡ് ദീപ, യു ആർ വെരി സ്മാർട്ട്, യു പ്ലേഡ് ഇറ്റ് വെരി സേഫ് കേട്ടോ. പാട്ടിന്റെ സെലക്ഷൻ ഗംഭീര. കാരണം നല്ല ഡാൻസ്, ഭയങ്കര നർത്തകിയൊന്നും അല്ലാതെ ദീപ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിയുകയും ചെയ്യാം. പാട്ടാണ് ദീപയുടെ അട്രാക്ഷൻ. എന്നാലൊരു നർത്തകിയുടെ ഫീല് വരുത്തേ വേണം. ഞാനൊരു നർത്തകിയാണെന്ന് കാണിക്കാൻ വേണം, തെറ്റ് പുറകിൽ കാണാൻ പാടില്ല. അതുകൊണ്ട് സത്യമല്ലേ? സത്യം കണ്ടോ? പക്ഷെ എന്തായാലും അതെന്തുകൊണ്ട് ഗുണം ചെയ്തു. ദാറ്റ്സ് ആക്ച്വലി ബീങ് പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് അവിടെ. ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് നന്നായിട്ട് പുറത്തോട്ട് വരണം അല്ലേ? അതെ അതെ അതെ. അപ്പൊ നമ്മൾ ആരും ഇപ്പോ ബോൺ ആർട്ടിസ്റ്റ് അല്ല. ജനിച്ച ഉടനെ നമുക്ക് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനുള്ള കഴിവില്ല. പക്ഷെ എന്നാലും ദീപയിലുള്ളിൽ ഒളിഞ്ഞു കിടന്നിരുന്ന ആ വീട്ടില് വാവയുടെ കൂടെ കളിച്ചിരുന്ന ആ ഡാൻസ് സ്റ്റേജിൽ വന്നപ്പോ അസലായി കേട്ടോ. ഇറ്റ്സ് വെരി നൈസ്. കോസ്റ്റ്യൂം സെലക്ഷൻ ഡെഫിനറ്റ്ലി പാട്ടിനോട് ഭയങ്കരമായിട്ട് ഇത് അപ്രോപ്രിയേറ്റ് ആയിരുന്നു. കോസ്റ്റ്യൂം, ആക്സസറീസ് ആണെങ്കിലും എവറിത്തിങ്. പിന്നെ ലാസ്യം നന്നായിട്ട് വന്നു. കാരണം ഈ നമ്മൾ പറയുമല്ലോ ഇങ്ങനത്തെ ഈ ഐറ്റമിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശൃംഗാരം, ലാസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നന്നായിട്ട് വന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമ്മുടെ അതിഥിക്ക് എന്താണ് പറയാനുള്ളത്? പൂർണിമ പറഞ്ഞ പോലെ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു. അയ്യോ, താങ്ക് യു. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാല് പാട്ട് പാടിയാണ് ഡാൻസ് ചെയ്തത്. അതെ, ഷീസ് എ സിംഗർ ബേസിക്കലി. അതെ, അതുകൊണ്ടായിരിക്കണം ആ ലിപ്പ് കൊടുത്ത് പെർഫോം ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി കൂടും. നന്നായിരുന്നു. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇതോ ഇല്ലേ? ഡാൻസ് ട്രെയിൻ ചെയ്തിട്ടുണ്ടോ? ഡാൻസ് ഞാനൊരു 2.5 to 3 years കഷ്ടിച്ച് സരസ്വതി മൽഹോത്ര എന്നുള്ള ടീച്ചറിന്റെ അടുത്താണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. കഥക്കൊന്നുമല്ല, സാധാരണ ഫോക്ക് ഡാൻസ് ആണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഈ ഡാൻസ് ഇപ്പോൾ ഇത് കമ്പോസ് ചെയ്തത് ആരാണ്? കമ്പോസ് ചെയ്തത് ഞാനും എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്. ഞാൻ മാത്സ് ടീച്ചറാണ്. മാത്സ് പഠിപ്പിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അക്ഷര. ഞങ്ങളുടെ ഓൺ എഫേർട്ടാണ്. സ്റ്റുഡന്റ് ടീച്ചറായില്ലേ? അതെ, സ്റ്റുഡൻറ്റും ടീച്ചറായി. ടീച്ചർ, ഇത് സ്റ്റുഡന്റിന്റെ കിട്ടുന്ന ഈ എന്തെങ്കിലും കോമ്പൻസേഷൻ പ്രതിഫലത്തിന് അടുത്ത് ചെയ്യും അതോ സൗജന്യമായിട്ട് പഠിപ്പിക്കുകയാണോ? സൗജന്യമായിട്ട് തന്നെ. ഞങ്ങൾ രണ്ടും കൂടെ ഇതൊരു ബാർട്ടർ സിസ്റ്റമായിട്ട് മാറാനൊരു സാധ്യതയുണ്ട്. അല്ല, പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര ഫ്രണ്ട്ലി ആയ ടീച്ചറാണ് ദീപ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. കാരണം എന്തൊക്കെ ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലാണെങ്കിലും, ഞാൻ ടീച്ചറല്ല, ഒരു ഈഗോ ഉണ്ടാവും, എന്തിനാ കുട്ടിയോട് ചോദിക്കണത്. പക്ഷെ കണ്ടോ, സി യു ആർ വെരി ഫ്രണ്ട്ലി വിത്ത് യുവർ സ്റ്റുഡൻസ്. ഐ തിങ്ക് ഐ ഷുഡ് ഹിയർ മോർ ഫ്രം അക്ഷര. വളരെ ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾക്ക് ഒരു ടീച്ചർ എന്ന നിലയിലും ഞങ്ങൾക്ക് ക്ലാസ്സിനൊപ്പം തന്നെ ടീച്ചർ കുറേ ഉപദേശം തരുന്നുണ്ട്. ഒരു അമ്മയുടെ സാമീപ്യമാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്. ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ടാണ് ഈ അഭിപ്രായം പറഞ്ഞത്. പിന്നെ ടീച്ചർ ടോട്ടലി ഒരു സർവകലാവല്ലഭയാണ്. എനിക്ക് എന്റെ ടീച്ചർ ഇതിൽ പറയും എന്താ ഒരു സ്റ്റുഡന്റ് എന്ന് കിട്ടേണ്ട കോംപ്ലിമെന്റ്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. അതുപോലെ എനിക്ക് പ്രേക്ഷകരിൽ ഒരുപക്ഷെ കുറച്ചു പേർക്ക് അറിയായിരിക്കാം, ദീപ നമ്മുടെ ആദ്യത്തെ റൗണ്ടിൽ പെർഫോം ചെയ്യാവുന്ന സാഹചര്യത്തിന് ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു മറ്റുള്ള കണ്ടസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം ദീപയുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ICUവിൽ അഡ്മിറ്റ് ചെയ്ത ഒരു അവസരത്തിലാണ് ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ വന്നത്. ദിസ് ഇസ് എ സെക്കൻഡ് വീക്ക്. ഹൗ ഇസ് യുവർ ഹസ്ബൻഡ്? ഓക്കെ, ഹി ഈസ് ഗെറ്റിംഗ് ഫൈൻ, അത്രേ പറയാൻ പറ്റുള്ളൂ. വീട്ടിലുണ്ട് ഇപ്പോൾ, പക്ഷേ സ്റ്റിച്ചൊക്കെ പഴുക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ചെറിയ പെയിൻ ഉണ്ട്. പിന്നെ ശരിയായിട്ടില്ല, ഇനിയും 1 month റെസ്റ്റ് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ.
എന്തായാലും ദീപ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് സൗഖ്യമാവട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും അതുപോലെ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെയും ജഡ്ജസിൻ്റെയും അതുപോലെ ഓഡിയൻസിൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥന ദീപയുടെ കൂടെയുണ്ട്. സോ വിൽ ഗെറ്റ് വെൽ സൂൺ. താങ്ക് യു സോ മച്ച്. ഓക്കെ ദീപ, താങ്ക് യു വെരി മച്ച്. Thank you so much.